ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോർണിംഗ് റുട്ടീൻസും തുടങ്ങിയിട്ടില്ല. നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചെല്ലാം ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൈയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ, റിസ്റ്റ് കുറച്ച് അടിയിലേക്ക് ഉന്തിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വിരലുകളൊക്കെ ഇങ്ങനെ ഞരമ്പ് വലിഞ്ഞതായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊരു 4 വർഷം ഇപ്പോൾ ആകാൻ പോകുന്നുള്ളൂ. അതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ വണ്ടിമന്ന് തെറിച്ച് ഞാൻ പുറടിച്ചിട്ട് റോട്ടിലേക്ക് തെറിച്ച് വീണു. അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. അപ്പോൾ തന്നെ എൻ്റെ മൂവ്മെൻറ്റൊക്കെ പോയി, സൗണ്ട് പോയി. പിന്നെ അതിന് ശേഷം ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറേശ്ശെ ചലനം ഒക്കെ കിട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ഒരു മൂവ്മെൻറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. എനിക്ക് സപ്പോർട്ടില്ലാതെയൊക്കെ കുറച്ച് നേരം ഇരിക്കുക, പിന്നെ വീൽ ചെയറിലിരിക്കുക, പിന്നെ പിടിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ ഇതുവരെ ആയിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൈയാണ്. കൈ ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വിരലൊക്കെ നിവർന്നിരുന്നിരുന്നാണ്. പിന്നെ പക്ഷേ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. കൈ വിരലുകൾക്ക് മൊത്തത്തിൽ ഒന്നിനും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നിവർന്നിരുന്നിരുന്നാണ്. കുറച്ച് നാൾ, ഒരു 1.5 മാസം കഴിഞ്ഞോടുകൂടി വിരലിങ്ങനെ വലിഞ്ഞ് അമർന്ന് ഭയങ്കരമായിട്ട് ബലം പിടിച്ച് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ 3.5 വർഷം ആയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അധികം അങ്ങോട്ട് ചേഞ്ചസ് ഇപ്പോഴും വന്നിട്ടില്ല. കൈ നമുക്ക് റിസ്റ്റ് കുറച്ചും കൂടെ താഴ്ന്ന ഇങ്ങനെ ലെവലിലായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് കുറച്ച് നമുക്ക് എക്സസൈസുകളും ഫിസിയോതെറാപ്പി അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എന്നെപ്പോലെ തന്നെ ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കൈയില്ലാത്ത അവസ്ഥ എന്താണെന്ന് കൈയില്ലാത്തവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ എന്ത് വന്നാലും നമ്മൾ നേരിടുക, ഹാപ്പി ആയിരിക്കുക. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മളുടെ മെൻ്റൽ ഹാപ്പിനെസ് എത്രയോ കൂടുന്നോ അത്രയും നല്ലത്. അപ്പോൾ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും കൂടും. പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയതുകൊണ്ട് എപ്പോഴാണ് റിക്കവറി സാധ്യമാവാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും എന്നേക്കാൾ മുമ്പ് വന്നവരും ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നവർക്കൊന്നും ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ് പോലും ഇതുവരെ ഇല്ലാതെ, വേദനയും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ അതേ അവസ്ഥയിൽ തന്നെ കിടക്കുന്നവരുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഡോക്ടറോട് പറയുമ്പോഴാണ് ഡോക്ടർ നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഇപ്പോഴും ഫുൾ ബോഡി മുഴുവൻ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞും പിന്നെ തീരെ മൂവ്മെൻറ്റ്സ് ഇല്ലാണ്ടും. അപ്പോൾ അവരൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ബെറ്ററാണ് എന്ന് തോന്നും. പിന്നെ ഞാൻ എൻ്റെ കൈവിരലിന് ചെയ്യാൻ പോകുന്ന, നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ, ഫിസിയോ ചെയ്യണതല്ല, ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളുടെ വീട്ടിലെന്നും ഡെയിലി വന്നിട്ട് എക്സസൈസ് ചെയ്ത് തരാറുണ്ട്. അതല്ലാതെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിരലുകൾക്ക് ചെയ്യേണ്ടത്, റിസ്റ്റിന് ചെയ്യേണ്ട എക്സസൈസുകൾ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മിണ്ടാൻ നമുക്ക് ഒന്നാവില്ല. 17 സെക്കൻഡായി. മതിയാകുമ്പോൾ പറഞ്ഞു. മുപ്പത്തഞ്ചായേ. ആ 50. സ്റ്റോപ്പ്. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തേക്കാണ്, ഓയിൽ മസാജിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇംഗ്ലീഷ് മരുന്നാണ് യൂസ് ചെയ്യണത്.
പക്ഷെ നമ്മളെ ഡോക്ടർ പറഞ്ഞ് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണയാണ് നമ്മൾ തേക്കണത് കേട്ടോ. അത് നല്ലോണം തേക്കുക. പിന്നെ മെയിനായിട്ട് തേക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിനാണ് വിരലുകളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ വിരൽ ചെയ്യുമ്പോൾ വേദന കുറച്ച് കുറയും വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ തേച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ശേഷം ഇപ്പുറം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ റിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അടിയിലേക്ക് വിരലിൻ്റെ അവിടെ വരെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റിസ്റ്റിനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോണത്. റിസ്റ്റ് ഇപ്പോൾ കണ്ടില്ലേ, അടിയിലേക്ക് ഇങ്ങനെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലും കൂടുതൽ അടിയിലേക്കായിട്ട് ഇരുന്നിരുന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കൂടി ഇങ്ങനെ മുകളിലേക്ക് ഇതായിട്ട് വരുന്നത്. അപ്പോൾ റിസ്റ്റിനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. റിസ്റ്റ് മുകളിലേക്കും താഴത്തേക്കും അടിയിലേക്കും ആക്കാം. അടിയിലേക്കും ഇതൊരു 50 ടൈംസ് ദിവസത്തിൽ 3 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. റിസ്റ്റ് വളഞ്ഞിരിക്കുന്നത് അത് നിവർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണിത്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അടിയിലേക്ക് പതുക്കെ പ്രസ് ചെയ്യുക, മുകളിലേക്കാക്കുക, പ്രസ് ചെയ്യുക, മുകളിലേക്കാക്കുക, അങ്ങനെ ചെയ്യുക. ഇതും എത്രയോ തവണ ചെയ്യണം അത്രയും നല്ലതാണ്. അതിനുശേഷം കൈ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളം കൈ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. തള്ളവിരൽ വലിച്ചു പിടിക്കുക. ഇനി നമുക്ക് വിരൽ നിവർത്തണം, ഫിംഗേഴ്സ് നിവർത്തണം. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരും, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മടങ്ങി തന്നെ വരും. ഇനി വിരൽ എക്സസൈസ് ചെയ്യണതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ പിടിക്കുക, വിരൽ നല്ലോണം മാക്സിമം വലിച്ചു പിടിക്കുക. നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഇതായിട്ട് വലിച്ച് നിവർന്ന് ശരിക്കും വരില്ല. ഫിസിയോ വന്ന് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നിവരും. നല്ല വേദന എടുക്കും, ഇപ്പോഴും വേദന ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ മസിലുകളൊക്കെ ഷോർട്ടായതുകൊണ്ടാണ് വിരലിങ്ങനെ മടങ്ങി ഇതായിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ നടുഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. വിരലിൻ്റെ നടുഭാഗം വിരൽ പിടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ തള്ളവിരലും വലിച്ചു പിടിക്കുക. വലിച്ചു പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് വിരൽ നല്ലോണം വലിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ ഈ ഭാഗം എനിക്കിങ്ങനെ ഉന്തി നിൽക്കണം എല്ലുകൾ. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വിരൽ നിവർത്തി തന്നെ പിടിച്ചിട്ട്. ഇപ്പം എനിക്കിത് ചെയ്തു തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ മോളും.
അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.